നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. ഈ കേരള അർബൻ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ കുട എന്നൊരു സംഘടനയുണ്ട്, അതിൻ്റെ ചെയർമാനാണ്. കുട നമുക്കറിയാമല്ലോ, അതൊരു സംരക്ഷണമാണല്ലോ. ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയുന്നതിന് മുൻപായിട്ട് മുഖ്യമന്ത്രി പിണറായി സഖാവെ അങ്ങ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ എല്ലാവരുടെയും എല്ലാ മേഖലയുടെയും സംരക്ഷകരും ആണ്. അപ്പോൾ ഒരു മേഖല മലപ്പുറം ജില്ലയെ മൊത്തത്തിൽ ആക്ഷേപിച്ചതിനെക്കുറിച്ച് രണ്ട് പറയേണ്ടി വരും. അത് ഹിന്ദു പദ്ധതിയിൽ അങ്ങയുടെ അഭിമുഖം, അത് ഞാൻ പിന്നീട് പറയാം. അതിനു മുമ്പായിട്ട് ഇതൊന്ന് പറഞ്ഞോട്ടെ. ഈ കേരള സംസ്ഥാന നഗരവികസന അസോസിയേഷൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ സംഘടന. ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്, പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ നടക്കും. എറണാകുളം ജില്ലയിൽ, മറ്റ് ജില്ലകളുടെ കാര്യം ഇപ്പോൾ പറയുന്നില്ല, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമല്ല. ഒന്ന് നമ്മൾ പറഞ്ഞ 1969 വിമാനത്താവളം എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞ് അത് 25 വർഷം കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് 25 വർഷമായി. അത് 50 വർഷം മുമ്പാണ്. അത് കഴിഞ്ഞ് അങ്കമാലി മെഗാ ബൈപ്പാസ് 4 വരി പാത വേണമെന്ന് പറഞ്ഞ് അതും 99 പറഞ്ഞാണ് 25 വർഷം കഴിഞ്ഞ്. നമ്മൾ പറയുന്നല്ലേ, അത് 25 വർഷം കഴിഞ്ഞ് നടക്കുന്നുള്ളൂ. അത് നമ്മുടെ പോരായിക അതാണ്. അതുപോലെ നിങ്ങൾക്കൊരു എറണാകുളം പട്ടണത്തിൽ ഈ മേനക ഭാഗത്ത് വരുന്ന കാറും ബസ്സും ലോറിയൊന്നും MG റോഡിൽ തിരിയില്ലായിരുന്നു. ഞങ്ങളുടെ ശ്രമഫലമായിട്ടാണ് അത് തന്നത്. അതുപോലെ ഹൈക്കോടതിയിൽ വൈപ്പിലേക്ക് പോകുന്ന വഴി, മേനകയിൽ നിന്ന് വൈപ്പിലേക്ക് പോകുന്ന വഴിക്ക് 2 ബസ് സ്റ്റോപ്പ് അടുത്തടുത്തായിരുന്നു. ആ ഒരു ബസ് സ്റ്റോപ്പ് തിരിച്ചു വിടുമെന്ന് പറഞ്ഞ് കൊടുത്ത പരാതി മെമ്മോറാണ്ടം ഞങ്ങളുടെയാണ്. ഇപ്പോൾ പറയാൻ കാരണം 100 അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ പറയാൻ കാരണം HMT ജംഗ്ഷനിലെ തിരക്ക് കുറക്കാൻ വേണ്ടി, HMT ജംഗ്ഷൻ വികസിക്കാൻ വേണ്ടി 10 കോടി മുടക്കി തിരക്ക് കുറക്കാൻ വേണ്ടി ചില സംവിധാനം ഉണ്ടാക്കിയത് ഒക്ടോബർ 2 മറ്റന്നാൾ മുതൽ പരീക്ഷാർത്ഥം തുടങ്ങുകയാണ്. ഇത് തന്നെയാണ് 6-7 വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ്. അതായത് HMT ജംഗ്ഷനിൽ നിന്നും NAD ഒക്കെ വരുന്ന വാഹനങ്ങളെല്ലാം റൈറ്റിലേക്ക് തിരിയാതെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് TVS ജംഗ്ഷൻ വഴി ആലുവ ഭാഗത്തേക്കോ അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്ക് പോകണമെന്നുള്ള പറയും. അതനുസരിച്ച് ഞങ്ങൾ ട്രാഫിക് പോലീസിൻ്റെ എടപ്പള്ളിയിലെ മെയിൻ ഓഫീസർ കണ്ട് രേഖാമൂലം നിവേദനം കൊടുത്ത് അവരത് ആ പരിപാടി വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ ഒരു ശ്രമം നടത്തി രാവിലെ തുടങ്ങി 10 മണിക്ക് റോഡാകെ ബ്ലോക്കായി. എന്തൊക്കെ അറിയോ? HMT ജംഗ്ഷനിൽ വരുന്ന വണ്ടി മറ്റെല്ലാ വണ്ടി കൂടി TVS കവലയിലേക്ക് വന്ന് തിരിഞ്ഞു പോകണം. പക്ഷെ അവിടെ ക്രമീകരിച്ച സമയം പണ്ട് ഭാഗികമായിട്ടായതുകൊണ്ട് വളരെ കുറച്ച് 30 സെക്കൻഡ് പറ്റുണ്ടേ ഉള്ളൂ. അതേ സ്ഥാനത്ത് അത് കൂടുതൽ വന്നപ്പോൾ 1.5 മിനിറ്റ് കൊടുക്കണം. അത് കൊടുത്തില്ല. അങ്ങനെ ബ്ലോക്കായി. പിന്നെ തിരിയാനുള്ള സംവിധാനത്തെ വലിപ്പം കൂട്ടിയില്ല. അതിന് വിജയിച്ചില്ല. തന്നെയുമല്ല, അത് വിജയിക്കുമായിരുന്നെങ്കിൽ ആലുവ ഭാഗത്ത് നിന്ന് വരുന്ന എറണാകുളം ഭാഗത്ത് വരുന്ന ബസ്സുകൾ TVS കവലയിൽ നിന്ന് നേരെ പോയി HMT റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ ആ ഭാഗത്ത് വയ്ക്കണം. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ആയിരക്കണക്കിന് കുട്ടികൾ, സെൻറ്റ് പോൾസ്, പോളിടെക്നിക്, ITI മുതൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവിടെ ഇറങ്ങി ക്രോസ് ചെയ്യുന്നത്. അത് ബ്ലോക്കാവും, അപകടം കൂടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടൊക്കെയാണ് അത് മാറ്റിയത്. അതിൽ ഇപ്പോൾ സംവിധാനം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ഇതിൻ്റെ മേഖലയിലെ മന്ത്രിയിലെ വ്യവസായ വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട് നടത്തി അതൊരു ഘട്ടത്തിലെത്തി, വിജയിക്കട്ടെ. പക്ഷെ അപ്പോഴൊരു വിഷയം ഇതാണ്, എറണാകുളം ഭാഗത്ത് വരുന്ന ബസ്സുകൾ HMTയിലേക്ക് കടക്കാതെ നേരെ ആലുവയ്ക്ക് പോകുമ്പോൾ അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആയിരം കുട്ടികൾ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അത് ഏതായാലും അപ്പോഴും അവിടെ വൺ വേ ആയതുകൊണ്ട് കുറച്ച് പരിധിയിലും ആശ്വാസമാണെന്ന് വിചാരിക്കുക. ഏതായാലും നടക്കട്ടെ. നമ്മൾ ആശംസകൾ, അനുമോദനങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും അഭിമുഖത്തിൽ മുഖ്യമന്ത്രി സഖാവ് ഇപ്പോൾ തൃശ്ശൂർ BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത പോലെ ഇനി കേരളത്തിലെ മൊത്തം ഭരണവും BJPക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണോ അങ്ങ് ശ്രമിക്കുന്നത്? ഞങ്ങൾ BJPക്ക് അന്ധമായി എതിരില്ല, സംഘപരിവാറിന് എതിരില്ല, പ്രശ്നാധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും പ്രത്യേക എതിർപ്പൊന്നുമില്ല. രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ്, കേരളം ഭരിക്കുന്നതിൽ നാളെ അതൊക്കെ സംഭവിക്കാതാണ്. അതിലും നമുക്ക് അസൂയയില്ല, പരാതിയില്ല. പക്ഷേ അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയാണ്.
അങ്ങ് ഭാവി അങ്ങയെക്കുറിച്ച് കരുണാകരനെ നിങ്ങൾ ചാരെന്ന് വിളിച്ച പോലെ, ചാരെന്ന് വിളിച്ചല്ലേ? എന്താണ് ചാരെന്ന് വിളിച്ചത്? പാലക്കാട് വെടിവയ്പ്പിൽ അന്ന് സന്ധ്യ ആയിരുന്നല്ലോ ഷൊർണൂർ CI. ആ മാഡം പറഞ്ഞ് ഇവിടെ ഒരു വിഷയമില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് മറ്റേ അദ്ദേഹം IG പാലക്കാട് IG ആയിരുന്നല്ലോ, IG ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മെസ്സേജ് കൊടുത്തില്ലേ, ഐ വാണ്ട് ഡെഡ് ബോഡി ഇൻ മുസ്ലിം ബസ്റ്റാർഡ്സ്. അങ്ങനെയുള്ള 7 വയസ്സുകാരിയെ വെടിവെച്ച് വന്നതൊക്കെ അന്ന് നിങ്ങളൊരു മുദ്രാവാക്യം വിളിച്ചു. ചാരപ്പുറത്ത് നടത്തുന്ന പോലീസ് ഓഫീസറും മുഖ്യമന്ത്രി രാജിവെക്കാതെ പറഞ്ഞു. എന്തുമാകട്ടെ, അങ്ങക്ക് ഇത് ചരിത്രം രേഖപ്പെടുത്തുക എങ്ങനെയെന്നറിയോ? വിവരമില്ലെങ്കിൽ ഇതൊക്കെ ഇട്ടോളൂ. കാരണം വിവരമില്ലായ്മ കാണിക്കരുത്, അതുകൊണ്ടാണ് പറയുന്നത്. അത്രമില്ല. ഇപ്പോൾ ഒരാൾ ഉറക്കം തൂങ്ങി ഇരിപ്പില്ലേ, 100 വയസ്സായ ഒരാൾ, മുൻ മുഖ്യമന്ത്രി. അദ്ദേഹം ഡൽഹി ചെന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കേരളം 25 വർഷം 20 കൊല്ലത്തിനകം ഇന്ത്യ എന്ന് പറഞ്ഞു, ഇന്ത്യ മുസ്ലിം രാജ്യമാകും, മുസ്ലിംകളുടെ കയ്യിലാകുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ തിരുത്തിയെന്നാണ്, കേരളമാക്കി. അദ്ദേഹം പറഞ്ഞത് ആരോ പറഞ്ഞിട്ട് പറഞ്ഞാണ്. പക്ഷെ അതിന് കൊടുത്ത വില നിങ്ങൾ എതിർക്കുന്ന വിഭാഗം അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്ത്. അദ്ദേഹം വയസ്സായി ഇതേ കുഴിയിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ്. ആ സമൂഹത്തിലും നാട്ടിലും എന്തെല്ലാം പ്രശ്നമുണ്ടായി. അതുപോലെ നാളെ നിങ്ങൾക്കെതിരെ വരുന്ന ഒരു വലിയ പ്രചരണ ആയുധമാണ് നിങ്ങളുടെ അമ്മാവുകാർ. എന്താണെന്നറിയോ? ഒരു അന്വേഷണം ഇല്ലാതെ, അന്വേഷണ റിപ്പോർട്ടൊന്നും വരാതെ നിങ്ങൾ പറഞ്ഞ് എല്ലാ അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് വരാത്തതിൻ്റെ പേരിലാണ് എന്ത് ചെയ്തത്, ആരും നടപടി എടുക്കാത്തത്. പക്ഷെ ഇവിടെ മാത്രം മലപ്പുറം ജില്ല മൊത്തത്തിൽ രാജ്യദ്രോഹികളുടെയും രാജ്യദ്രോഹ പ്രവർത്തനത്തിനുമാണ് ഈ പണം ഉപയോഗിക്കുന്നത് പറഞ്ഞില്ലേ മുഖ്യമന്ത്രി? വളരെ രേഖ പോലും ഹിന്ദു പോലും പത്രത്തിലാണ്, ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്ത അഭിമുഖമാണ്. അത് വന്നില്ലേ? നാളെ നിങ്ങൾക്കെതിരെ പറയില്ലേ? ഇതിനെതിരെ വരുന്ന ശക്തികൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് നിങ്ങൾ തുള്ളി എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇന്ന് അച്യുതാനന്ദനെ പറയുന്ന പോലെ അതിനൊക്കെ അവസരം കൊടുക്കണോ? ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എത്രയൊക്കെ കളിച്ചാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഘപരിവാർ നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. പക്ഷെ ഇപ്പം സംഘപരിവാർ അൻവറിന് അനുകൂലമായി. എന്താ കാര്യം അറിയാമോ? ഞങ്ങളുടെ പ്രവർത്തനം നിസ്സാര കാര്യമല്ല. ഞങ്ങളൊരു കാര്യം പറഞ്ഞു സംഘപരിവാറിനോട്. കാരണം നമുക്ക് സംഘപരിവാറിനോട് പ്രത്യേക എതിർപ്പൊന്നുമില്ല, പ്രത്യേക അനുകൂലമില്ല. നല്ല കാര്യമായി സപ്പോർട്ട് ചെയ്യും. പ്രശ്നാധിഷ്ഠമാണ്. നിങ്ങൾ അല്പം ഹിന്ദു കാർഡ് കളിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾ ഒരു പരിധി വരെ മുന്നേറുമ്പോൾ CPM അതേ ഹിന്ദു കാർഡ് കളിച്ച് അവരുടെ പോയ വോട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ക്ഷീണം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ബുദ്ധിയുള്ള RSSകാരും സംഘപരിവാറും മനസ്സിലാക്കി ഇത് ശരിയാണുള്ളത്. ഈ മൊയ്തീൻ ഷാ പറഞ്ഞ കഴിവേറെ മോൻ പറഞ്ഞ് ശരിയാണുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അവർക്ക് കാര്യമല്ല. ഇപ്പോഴത്തെ അൻവർ അനുകൂലമായി. കാരണം അത് ഇത്രയും കാലം പടുത്തുയർത്തിയ ആ ഒരു നേട്ടം അല്ലെങ്കിൽ വളർച്ച അത് കിട്ടിയ സമയത്ത് നിങ്ങളിത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടാണ്. അത് വേണ്ടെന്നുള്ള തീരുമാനമായി. അപ്പോൾ തന്നെയുമല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, LDF ബുദ്ധിജീവികളോടും ബുദ്ധിജീവികളോട് പറയേണ്ട കാര്യമില്ല. കാരണം CPM ഒരു വിഭാഗത്തിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ CAP ഒന്നും കുഴപ്പമില്ല, അവർക്ക് കാര്യം മനസ്സിലായിട്ട്. CPM മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തോട് പറയുന്നത് ആകെ 50% സാറ് കേരളത്തിൽ നിങ്ങളിപ്പോൾ അത് ഹിന്ദു സമുദായം ഉള്ളത്. ഇതൊന്നും ജാതി പറയാൻ നമുക്കൊരു താല്പര്യമില്ല, പക്ഷെ പറയിപ്പിക്കണം. ബാക്കി 50% ന്യൂനപക്ഷമല്ലേ? അല്ലെ 10% ക്രിസ്ത്യൻസ്, ബാക്കി 40% നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഈ മുക്കാലുമാണ്. അപ്പോൾ ഈ 10% 3 സ്ഥലത്തേക്ക് തിരിയും. ഇത് നിങ്ങൾ ഈ 50%-ലുള്ളിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? അതിൽ കോൺഗ്രസ് പോവും, BJP കുറച്ച് പോകും, പിന്നെ നിങ്ങൾക്ക് എത്ര കിട്ടും? അത് വെച്ച് നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുമോ? BJP സംബന്ധിച്ച് പരമാവധി വോട്ട് അവർ പിടിച്ചില്ലേ അവർക്ക് മോശം. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വോട്ടൊന്നും തരാൻ പറ്റില്ല. പണ്ട് കൊടുത്താലും ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ പരമാവധി ഒരു വോട്ട് പിടിക്കും. നിങ്ങൾ എന്ത് മണ്ടത്തരം കാണിക്കണം? നിങ്ങളുടെ ഉപദേശകർ താനെ നിങ്ങളുടെ പാർട്ടിയെ കുഴിയിലിറക്കാൻ ശ്രമത്തിലാണ്. അത് വേണോ? അപ്പം പിന്നെ നിങ്ങൾക്ക് വേറൊരു അനുകൂല ഘടകമുണ്ട്. ഒന്ന്, കേന്ദ്രം നിങ്ങൾക്ക് അനുകൂലമാണ്, രഹസ്യമായിട്ട് വീട് പരസ്യം. ഇപ്പോൾ പ്രകാശ് കാരാട്ട് വീട് പൊളിറ്റ് ബ്യൂറോയിലെ താൽക്കാലിക സെക്രട്ടറി വരാൻ പോകുന്നത്. പ്രകാശ് കാരാട്ടും പിണറായി സാഹിബും നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ പ്രകാശ് കാരാട്ട്
കോൺഗ്രസ്സിന് അത്ര അനുകൂലമൊന്നുമല്ല. അത് യെച്ചൂരി ആയതുകൊണ്ടാണ് ഒന്ന് രണ്ട് നിർണായക ഘട്ടത്തിൽ സോണിയാഗാന്ധിക്ക് ബീഹാറിൽ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് അല്ല മറ്റ് ഈ പറഞ്ഞ മുന്നണിയിൽ മത്സരിക്കാൻ വന്നൊക്കെ അത്ര ആനുകൂല്യമൊന്നും പ്രകാശ് കാരാട്ടിൽ നിന്ന് കിട്ടില്ല. അയാൾ മലയാളിയാണ്. അയാൾക്ക് കോൺഗ്രസ് അത്ര പ്രതിപത്തൊന്നുമില്ല. അയാളുടെ ഒരു സിൽബന്തി അല്ലെങ്കിൽ അസിസ്റ്റന്റ് പോലെയാണ് പിണറായി സഖാവ് നിങ്ങൾ ആൾ കളിക്കണത്. അപ്പം നിങ്ങൾക്ക് ഒരു അപകടം കൊണ്ട് പ്രധാന അനുകൂലമായ ഘടകങ്ങളൊക്കെ ഉണ്ട്, പിടിച്ചു നിൽക്കാം. പക്ഷേ ഇരട്ടി ബലത്തിന് അഭ്യാസമില്ലാന്ന് പറയും. നാം എത്ര അഭ്യാസിയാണെങ്കിലും എന്നേക്കാൾ ഇരട്ടി ബലമുള്ള ഒരു വ്യക്തിയായിട്ട് കുസ്തി വിളിക്കുമ്പോൾ ജയിക്കില്ല. അത് ലോക തത്വമാണ് സാർ. നിങ്ങൾ ഇപ്പോഴത്തെ പ്രതാപം കൊണ്ടോ പണം കൊണ്ടോ കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ട് കൊണ്ടോ പിന്നെ പ്രകാശ് കാരാട്ട് പൊളിറ്റ് ബ്യൂറോ മെമ്പറായി വരുന്നുണ്ടോന്നും സെക്രട്ടറി വരുന്നുണ്ടും നിങ്ങൾക്ക് ഈ ക്ഷീണം പരിഹരിക്കാൻ പറ്റില്ല. അൻവർ ഒന്നുമില്ല, ഓക്കെ. കാരണം CPIന് മുമ്പിൽ പിന്നെ MV രാഘവൻ വില്ലാളി വീരൻ CPIന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ പാർട്ടി രണ്ടായി. ഒരാൾ ഇപ്പോൾ ജോൺ കൂടെ വെക്കുന്ന ഒറ്റ ആൾ ഉണ്ടെന്ന് തന്നെ അറിയില്ല. അതിൽ ഇതിൽ കെയർ ഗവൺമെൻറ് പാർട്ടിക്കും നിങ്ങൾ കയറി വന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ CPIനെതിരെ പാർട്ടിയിൽ പുറത്തു പോയാലും ഒന്നും CPI തകർക്കാൻ പറ്റില്ല. പക്ഷെ അവിടെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ പാർട്ടിയുടെ പ്രശ്നമായിട്ടാണ് ഗൗരിയമ്മയും പിന്നെ MV രാഘവനും മാറിപ്പോയത്. അൻവർ പോയത് അതുകൊണ്ടല്ല, നിങ്ങളുടെ പാർട്ടിയുടെ പ്രശ്നമല്ല. നിങ്ങളിൽ ഒരു പാർട്ടിയുടെ എതിർത്തല്ല, നിങ്ങളിൽ ഒരു വിഭാഗം നേതാക്കൾ കാണിക്കുന്ന മണ്ടത്തരത്തെ ചൂണ്ടിക്കാണിക്കാൻ അൻവർ ഉപയോഗിക്കുന്നത്. അൻവർ പല തെറ്റുണ്ടാവും. അൻവറൊന്നും നമ്മൾ വലിയ പൊളിറ്റീഷ്യനൊന്നുമല്ല, വലിയ ബുദ്ധിജീവിയൊന്നുമല്ല, വലിയ പ്രാസികനാണില്ലേ. പ്രസംഗമൊക്കെ അത്ര KT ജലീലിനെ പോലെയോ അല്ലെങ്കിൽ ഒന്നും അഹമ്മദ് കബീർ സാഹിബിനെ പോലെയോ അത്ര പ്രാസികനൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ മതി സാഹിബിനെ പോലെ ഇതൊക്കെ പറഞ്ഞാൽ മതി സാഹിബ് പ്രാസികനാണ്. പ്രസംഗിച്ച് ആൾക്കാർ വശീകരിക്കാൻ അറിയാം. അദ്ദേഹം വഴി തിരിഞ്ഞു പോയതുകൊണ്ട് പറ്റിയില്ലെന്നുള്ളൂ. അങ്ങനെയുള്ളതൊന്നും അൻവറിനില്ല. രാഷ്ട്രീയക്കാരില്ല, പാക്ക ബിസിനസ്സുകാരാണ്. അപ്പം അങ്ങനത്തെ അൻവറിനെ വിട്. പക്ഷേ മോര് പോയാലും മോറ്റിലെ പുളി മാറില്ലെന്ന് പറയുമ്പോൾ അൻവർ പറഞ്ഞ ചില വിഷയങ്ങളുണ്ട് കേരള ഗവൺമെൻറ് നേരിട്ട് ബാധിക്കുന്ന. ആ വിഷയങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞു തീരുള്ളൂ, അല്ലെങ്കിൽ ജനങ്ങൾ സമ്മതിക്കില്ല. അവിടെയാണ് പണ്ട് കാലത്ത് പോയ MV രാഘവനേക്കാളും ഗൗരിമേക്കാളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി ഈ അൻവർ പറയുന്നത്. അപ്പോൾ CPIന്റെ ഇപ്പോഴത്തെ ആ ഒരു പ്രവർത്തനം ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന രീതിയിലാണ്. ഇവിടെ ആരോ പറഞ്ഞു അൻവറാണ് ഇരിക്കുന്ന കൊമ്പ് വെട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കാണുന്ന പാലൊളി മൂട്ടിച്ചായ കുഴിയിലേക്ക് പോകാറായി. എന്നിട്ട് അന്നിപ്പോൾ ശശിക്ക് വേണ്ടി ഇപ്പോൾ ഈ പിണറായി സഖാവിന് വേണ്ടിയൊക്കെ വാദിക്കാൻ വരുന്നുണ്ടല്ലോ. അല്ല വേറെ സാഹിബ് നിങ്ങൾക്ക് ശ്വാസം പോലും വിടാതെയായിരുന്നു. നിങ്ങളിപ്പോൾ വാദിക്കുമ്പോൾ ഇത്രയും അനീതി കേരളത്തിൽ നടന്നിട്ട് ഈ സംഘപരിവാറിന് കേരള ഗവൺമെൻറ് പോലീസ് തീരെ കൊടുത്തിട്ട് എന്തായിടോ സഖാക്കളെ നിങ്ങളുടെ വായി തുറയാകുന്നത്? സത്യമല്ലേ? ഞാൻ സംഘപരിവാർ വോട്ട് കിട്ടി ജയിച്ച് ഭരിക്കാനേ ആയിക്കോട്ടെ, നമുക്കൊരു പരാതിയില്ല. അത് ജനാധിപത്യമാണ്. ഇത് വല്ലവൻ്റെ ചെലവിൽ BJP RSS വിരോധം അല്ലെങ്കിൽ ശക്തി വിരോധം പറഞ്ഞ് വോട്ട് വാങ്ങി ജയിച്ച നിങ്ങൾ അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്ത് വേണ്ടി തെണ്ടിത്തരം വേണ്ടി വൃത്തികേട് കാണിക്കുമ്പോഴാണ് അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന പാലൊളി. പിന്നെ ഒരു സാഹിബ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ സംഘപരിവാറിനായിട്ട് ഇറക്കല്ല. അവർ വോട്ട് കിട്ടി ജയിച്ച് വരികയാണെങ്കിൽ ഭരിക്കട്ടെ, അവർ പോലീസാകട്ടെ, അതൊന്നും പരാതിയില്ല. അത് ജനാധിപത്യമാണ്. എന്തൊക്കെ ഇതല്ലല്ലോ. അത് വേണ്ട. ന്യൂനപക്ഷങ്ങളിലെ വോട്ട് വാങ്ങി എടോ സഖാവ് പിണറായിയോട് നേരിട്ട് പറഞ്ഞു. അൻവർ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ 2 പ്രാവശ്യം 2 പാർലമെൻറ്റിൽ പഞ്ചായത്തിലേക്ക് 2 അസംബ്ലി ജയിച്ചത്? ഈ 40% വരുന്ന മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ വലിയൊരു BJP നേതാവ് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാക്കാമാർ വോട്ട് കിട്ടിയാണ് അവർ ജയിച്ചാൽ ഞങ്ങളുടെ വോട്ടൊന്നും അങ്ങനെ കൊടുക്കാൻ മാത്രമല്ല, ഞങ്ങളുടെ വോട്ട് പരമാവധി പിടിക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്. അതെന്താ കാരണം? അറബിക് സർവകലാശാല പഠിക്കാൻ വേണ്ടി മലബാറിലെ മുസ്ലിങ്ങൾ ഇവിടെ വന്ന് ട്രിവാൻഡ്രത്ത് 3 പ്രാവശ്യം 10,000 ആൾക്കാർ 3 പ്രാവശ്യം ഈ ഉമ്മൻചാണ്ടിയും കുഞ്ഞാക്കയും വീണ്ടും പറയണേ, കുഞ്ഞാക്കായും പിന്നെ മാണിസാർ മരിച്ചു, ഉമ്മൻചാണ്ടി മരിച്ചു. മറ്റേ അന്നത്തെ കോട്ടയം അച്ചായൻ ചീഫ് സെക്രട്ടറി 10 ദിവസം അനുവദിച്ചില്ല.
അനുവദിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ബൈബിൾ കോളേജിന് അനുവദിക്കുമെന്ന് കൊടുത്തില്ല. അങ്ങനെ നിരാശ്രയരും നിരാശരുമായി മടങ്ങിയ മുസ്ലിം സമുദായത്തിൽ UDF-നോടും ലീഗിനോടുള്ള വെറുപ്പ് വേണം ഒന്ന് മറിച്ച് ചിന്തിക്കാൻ വെച്ചു. അങ്ങനെ മറിച്ച് ചിന്തിച്ചതിൻ്റെ ഫലമല്ലേ സഖാവെ പിണറായി നിങ്ങൾ ഈ 2 പ്രാവശ്യം അധികാരത്തിൽ കയറിയതും 2 പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനിൽ അതായത് സ്വയംഭര പിന്നെ ഇതല്ലോ ആ പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചത്. അപ്പോൾ ചെല്ലു പറഞ്ഞു അത് ശബരിമല കിട്ടുന്നത്, അതുപോലെ മുല്ലപ്പള്ളിയൊക്കെ പോയി ശബരിമലയുടെ കഴിവാണെങ്കിൽ ഈ 2 പ്രാവശ്യം അസംബ്ലിയിലേക്ക് 2 പ്രാവശ്യം പഞ്ചായത്തിലേക്കും എങ്ങനെ ജയിച്ച്? അപ്പോഴും ശബരിമല സീസണല്ലേ? ശബരിമല സീസൺ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പാർലമെൻറ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല, അതാണ് സംഭവം. അത് നിങ്ങൾ മനസ്സിലാക്കണം. തന്നെയുമല്ല, നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്നറിയുമോ? അത് മുല്ലപ്പള്ളിക്കും കോൺഗ്രസും പറ്റിയ തെറ്റ് നിങ്ങൾ ആവർത്തിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം കോൺഗ്രസ്സുകാരോട് പറഞ്ഞു, കോൺഗ്രസ് ഇപ്പോൾ ഈട് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ KPC പ്രസിഡന്റ് ആവുന്നു. ആദ്യം സുധീറിനാക്കി, വയലാരവിയുടെ കാലത്ത് അക്രമം ജാതി തിരിഞ്ഞല്ലോ, മൊത്തം കോൺഗ്രസ് അറിയുന്നത്. സുധീറിന് പോലും വിജയിക്കാതെ പോയി, ഇപ്പോഴത്തെ സുധാകരനും വിജയിക്കാതെ പോകണം. എന്തുകൊണ്ട്? കാരണം 4-1 വരുന്ന ഈഴോ സമുദായത്തിൽ 70-80% വോട്ട് LDF-ന് അല്ലെങ്കിൽ CPM-ന് മാത്രമാണ്. ഇപ്പോൾ പിണറായി സഖാവ് മുഖ്യമന്ത്രിയോട് 80% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലിയിൽ കൊടുത്ത് ഈഴ വിഭാഗം വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 25% ഈഴ വിഭാഗത്തിൽ എത്ര മന്ത്രിസ്ഥാനം കൊടുത്തത്? കേവലം 10% ഒരു വിഭാഗത്തിൽ നിങ്ങൾ 11 മന്ത്രിയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ 11 മന്ത്രി സ്ഥാനം കൊടുത്തില്ലേ? ഇപ്പോഴും ഗണേഷ് കുമാരെ കൊണ്ട് നിങ്ങൾ കൊടുത്തില്ലേ? 4-1 ജനസംഖ്യകളിലെ ഒരു മുസ്ലിമിനെ മാറ്റിയാണ് നിങ്ങൾ ഗണേഷ് കൊടുത്തത്. അപ്പൊ കളി എവിടെയെന്ന് നോക്ക്. അൻവർ എന്നാണ് കളിയുടെ കളി നടക്കുന്നില്ലേ? ആ ഈഴോ സമുദായം നിങ്ങളോട് അകന്നുപോയി. അങ്ങനെ ആലപ്പുഴ കണ്ടതൊക്കെ. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി കാര്യം പറഞ്ഞു, പണ്ട് ഞങ്ങൾ അരിവാൾ ചുറ്റിയ നഷ്ടം നോക്കി വോട്ട് ചെയ്യും. ഇനി ഞങ്ങൾ വോട്ട് ചെയ്യുന്ന ചിഹ്നം നോക്കിയല്ല, ആളെ നോക്കിയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ തിരിച്ചോ? നിങ്ങൾ മുഖ്യമന്ത്രിയായി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ആ സമുദായത്തെ പാടെ അവഗണിച്ചില്ലേ? അപ്പം നിങ്ങളെ ആരാണ് ഹൈജാക്ക് ചെയ്യുന്നത്? അത് SNDP-യുടെ ഉദ്ദേശിക്കുന്നത് ഈഴോ അല്ലേ നമ്മുടെ പിണറായി സഖാവ്? പണ്ട് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ കണ്ണൂരിൽ തീരെ ഒരു യോഗം കൂടി. തീരെ പറഞ്ഞ ഭാഷയുണ്ട്. ഞങ്ങൾ ഇവിടെ നായരേക്കാൾ മുകളിൽ ജാതിയാണ്, മുന്നോക്ക ജാതിയാണ്, ഞങ്ങൾ പിന്നോക്ക ജാതിയല്ല. മധ്യ കേരളത്തിലെ ഈഴവനും തെക്കൻ കേരളത്തിലെ ചോനുമാണ് പിന്നോക്കം. ഞങ്ങൾ മലബാർ ഇവിടെ ഉയർന്ന ജാതിയാന്നുള്ളൊരു സമരം നടത്തിയിട്ടൊക്കെ ഉണ്ട് പിണറായി സഖാവ്. അതിൽ പെട്ടാൽ നിങ്ങൾ എന്തുവാകട്ടെ കേട്ടെ. അപ്പം നിങ്ങൾക്കാണെങ്കിൽ മണ്ടത്തരാണ്. ആരോ നിങ്ങൾ ഹൈജാക്ക് ചെയ്ത് നിങ്ങൾ ആകെ കൂടി പകച്ചു പോയിരിക്കുകയാണ്. എന്തിനാണെന്നറിയില്ല. അതുകൊണ്ട് പശ്ചിമ ബംഗാൾ, ത്രിപുര പോലെ കേരളവും പോകാണ്. അത് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. നിങ്ങൾ ഇന്ന് ധീരനായ നേതാവാണ്, തൻ്റെ ഉള്ള നേതാവാണ്, ആരും വകവയ്ക്കാത്തതാണ്. അതൊക്കെ സമ്മതിക്കാൻ നമ്മൾ അംഗീകരിക്കാം. നിങ്ങൾ എന്തിൻ്റെ പേരിലെങ്കിലും ഇങ്ങനെ ഒരു അപകടത്തിൽ ചാടുന്നത് ശരിയല്ലെന്നേ നമുക്ക് പറയാനുള്ളൂ. അതാണ് പ്രത്യേകം പറയുന്നത്. പിന്നെ അൻവറിൻ്റെ കളി എന്ന് പറയുമ്പോൾ അൻവർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, BJP-യിലേക്ക് പോകണോ കോൺഗ്രസിലേക്ക് പോകണോ ലീഗിലേക്ക് പോകണമെന്ന് ആലോചിക്കണമെങ്കിൽ നറുക്കിട്ടെടുത്ത് എണ്ണമൊക്കെ നോക്കിയിട്ട് പോയി. അപ്പം അൻവറിൻ്റെ കളിയിലും അപ്പോൾ പിന്നെ വേറെ കാര്യമുണ്ട്. ഇനി CPM കൈവെട്ടോ കാലുവെട്ടോ ഒന്നും പോയാൻ പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം അറിയോ, ഉള്ളി CPM-ന് എതിരാവില്ല, പാർട്ടി വിട്ടുപോയതുകൊണ്ട്. ഉള്ളി ഒന്നുകൂടെ ലീഗിൽ ചേരും, അല്ലെങ്കിൽ കോൺഗ്രസ് ചേരും, അല്ലെങ്കിൽ BJP ചേരും. BJP ചേരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് അത് അദ്ദേഹം പറയട്ടെ, ആയിക്കോട്ടെ, അദ്ദേഹം അവകാശമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ആദർശത്തിൻ്റെ പേരിലൊന്നും മാറിയതല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചെറിയ കാര്യം തോന്നി, അതങ്ങോട്ട് പറയാനുള്ള തൻ്റെ ഇടം കാണിച്ചു. അത് കറക്റ്റാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി സഖാവിന് മുമ്പിൽ കേരളത്തിലോ ഇന്ത്യയിലോ നേരിട്ട് ഇതുപോലെ പറയാൻ പറ്റിയ ഒരാൾക്കും ധൈര്യമില്ല. അത് ശരിയാണ്. അദ്ദേഹം അത്ര ടോപ്പ് മോസ്റ്റാണ്, സീനിയോറിറ്റിയാണ്, പണമുണ്ട്, പ്രതാപമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ മനുഷ്യനെതിരെ മുഖത്ത് നോക്കി പറയാൻ തൻ്റെ ഇടം കാണിച്ച അൻവറിനെ നമ്മൾ അംഗീകരിച്ച് തീരും. അത് നമ്മൾ അംഗീകരിക്കുക, ഒരു തെറ്റുമില്ല. കാരണം ഇപ്പോൾ വേറെ കാര്യം, കേരളത്തിൽ വില വർധനവ് എന്താ വെള്ളത്തിൽ ചാർജ് കൂട്ടി, ഭക്ഷണത്തിന് വില കൂട്ടി, ഹോട്ടലുകളിലൊക്കെ സാധനങ്ങൾ ദിവസം പ്രതി കൂട്ടാണ്. അപ്പോൾ 23 രൂപ ഒരു കപ്പ് ചായക്ക്, കോഫിക്ക് 23 രൂപ.
ടാക്സ് മേലും മറ്റു ചേർത്ത്. അതുപോലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയില്ല. ഇപ്പോൾ മറ്റേ സർക്കാർ കൊടുക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എവിടെയെല്ലാം സാധനം ഇല്ല, വിലയും കൂടി. ജനങ്ങൾ വളരെ കഷ്ടം. അങ്ങനെ അതെല്ലാം മാറി ചിന്ത മുഴുവൻ ഇപ്പോൾ അൻവറിലേക്കും LDF പിണറായിലേക്കും തിരിച്ചു വിട്ടോടി ഭരണകൂടം വളരെ ക്ലീനായി. ഇപ്പോൾ വേറെ ഒരു ചർച്ചയില്ല. അതിനുമ്പോൾ വലിയ വലിയ ചർച്ച വന്നതാണ്, ആ ചർച്ചയൊക്കെ പോയി. ഇപ്പോൾ ചർച്ച വന്ന എവിടെയാണ്? കാരണം ഏറ്റവും വലിയ ചർച്ച വന്നാൽ അറിയോ, നമ്മുടെ വടകരയിലെ കാഫിർ, അത് ഒരു ഉത്തരം പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കില്ല, ഗവൺമെന്റിനും ഇല്ല പല ഉത്തരം പറയാൻ. പക്ഷെ അതെല്ലാം പോയില്ലേ ഇപ്പം അൻവറിൻ്റെ വിഷയത്തോടുകൂടി. അപ്പം ഇതൊക്കെ പാമ്പും കോണിയും കളിക്കും പോലെ, അപ്പച്ചനും മോനും പോലെ ഒരു ഒത്തുകളിയല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ സംശയിക്കണോ. ഇതിനിടയിൽ അൻവർ വേറൊരു കാര്യം പറഞ്ഞു. ഇവിടെ 3 മുന്നണി, BJP മുന്നണി, കോൺഗ്രസ്, LDF മുന്നണി, UDF, ഈ 3 മുന്നണിയിലും ടോപ്പ് ലീഡേഴ്സ് തമ്മിൽ പരസ്പരം കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോവാണെന്നാണ്. നാളൊരാൾ പറഞ്ഞ് ചാരായമല മദ്യലോബിയിൽ നിന്ന് കിട്ടുന്ന പണത്തിൽ ഭരണകക്ഷിക്ക് 1500 കോടി, 3000 കോടിന് 4500 കോടിയിൽ 3000 കോടി ഭരണകക്ഷിക്കും 1500 കോടി പ്രതിപക്ഷത്തിനും. അത് പ്രതിപക്ഷം മാറി മാറി വരാണെങ്കിൽ അതപ്പോൾ LDF UDF കിട്ടും. അങ്ങനെ ഒത്തുകളിയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ പെട്രോൾ ഇന്ധന വർധനവ്, ഇപ്പോൾ GST ഉൾപ്പെടാൻ വന്നല്ലോ, ആർക്കും താല്പര്യമില്ലല്ലോ. ഇന്ധന പോലെ വില വർധനയെക്കുറിച്ച് പറയുന്നവർ GST ഉൾപ്പെടുത്താൻ വന്നപ്പോൾ ആർക്കും താല്പര്യം, ചർച്ചയില്ല. ഇപ്പോഴും വേണം 103, 110 രൂപ. അപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെ ഒരു ശബ്ദവുമില്ല, ഒരു പ്രവർത്തനമില്ല. ഇപ്പോൾ മലബാറിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ വന്നു, എത്രയോ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ, അതിനെക്കുറിച്ച് ചർച്ചയില്ല. എല്ലാം കൊണ്ട് അൻവറിലേക്കും അൻവർ വയസ്സ് മറ്റേ പിണറായി എന്നുള്ള രീതിയിലാക്കി. അതൊക്കെ മോശമാണ്. കാരണം പിണറായി സഖാവിനെ പോലെ CPM മുഖ്യമന്ത്രി പോലെ ഒരു ഉന്നത വ്യക്തിക്ക് വെറും ഒരു 90 MLA ഒരു MLA മാത്രമായി, സ്വന്തം MLA മാത്രമായി വയസ്സാക്കിയത് വളരെ അപകടമാണ് CPM സംബന്ധിച്ചൊക്കെ. CPM ഇവിടെ കിടക്കുന്നു, അൻവർ കിടക്കുന്നു. അത് തുല്യത്തിലല്ലേ ചർച്ച ചെയ്തപ്പോൾ പത്രക്കാരും രാഷ്ട്രീയക്കാരും മറ്റെല്ലാം ചർച്ച ചെയ്തത് അൻവർ തുല്യം പിണറായിട്ടാണ്. അതൊക്കെ CPM സംബന്ധിച്ച് ബലക്ഷമല്ലേ. ഇനി ഒക്ടോബർ 2-ാം തീയതി, നാളെ 1-ാം തീയതിയാണ്, നാളെ 1-ാം തീയതി, ഒക്ടോബർ 2-ാം തീയതി KT ജലീൽ തുറന്ന് പറയുന്നുണ്ട്. എന്താണ് പറയാൻ പോകുന്നത്? ഏതെങ്കിലും LDF അനുകൂലമായിരിക്കില്ല. LDF അനുകൂലമാണെങ്കിൽ പിന്നെ 2-ാം തീയതി കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും പറയാവുന്നില്ലല്ലോ. അവരും തീരുമാനമെടുക്കും. ചുരുക്കി പറഞ്ഞാൽ മലബാർ മേഖലയിലെ 6 മുസ്ലിം ലീഡേഴ്സ്, അവർക്കൊന്നും ഇനി LDF നിന്ന് ഒരു സീറ്റ് കിട്ടില്ല. കാരണം 2 പ്രാവശ്യം 3-ാമത് സീറ്റ് കിട്ടില്ലല്ലോ. അവർക്കിനി മത്സരിക്കണമെങ്കിൽ LDF നിന്നും മാറി ഒരു പക്ഷേ ഇവരൊരു ഗ്യാങ് ഉണ്ടാക്കിയിട്ട് ആ ഗ്യാങ് അല്ലെ ആ ഗ്രൂപ്പ് ഒരു പേര് ഇട്ട് ചിലപ്പോൾ വീണ്ടും LDF സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ആര് മണ്ടനാവും? അതല്ലെങ്കിൽ ലീഗിന് സപ്പോർട്ട് ചെയ്തേക്കാം. ഇതൊന്നുമില്ലെങ്കിൽ BJPക്ക് അത് ഇത്തവണ കൂടി സാധ്യത കുറവാണ്. BJP 2036 കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നൊക്കെ പ്രതിപക്ഷമാകുമെന്നൊക്കെ അൻവർ പറഞ്ഞെങ്കിലും ഉടനെ BJPയിലേക്ക് ചേരാന്നുള്ളത് അത്ര ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും അങ്ങനെയാണെങ്കിൽ UDFയിലേക്ക് പോകും, അല്ലെങ്കിൽ LDFയിലേക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോഴും ജനങ്ങൾ പൊട്ടനായി. അൻവർ വിജയിക്കും, പിണറായി സഖാവ് വിജയിക്കും. അതുവരെ 5-6 മാസത്തേക്കും അല്ലെങ്കിൽ ഈ പ്രശ്നമൊന്നും അങ്ങനെ നീണ്ടിട്ട് പോകും. ജനങ്ങളെ മണ്ടനാക്കുന്ന ഈ ബുദ്ധിജീവികളുടെ രാഷ്ട്രീയ തന്ത്രം ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.